പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുകയുണ്ടായി. ഇനി നമ്മൾ പറയുന്നത് അതിലെ മറ്റൊരു ഭാഗമാണ് കൈൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ തരങ്ങൾ ഏതൊക്കെയെന്നാണ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലുള്ള പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമതായി കേഡർ പാർട്ടി ആൻഡ് മാസ് പാർട്ടി. കേഡർ പാർട്ടി എന്നത് അടിസ്ഥാന തത്വശാസ്ത്രങ്ങളോടും പാർട്ടിയോടും പ്രതിജ്ഞാബദ്ധരായ അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളെയാണ് കേഡർ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇവിടെ അംഗങ്ങളുടെ എണ്ണത്തിനല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത്, അംഗങ്ങളുടെ പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും സമർപ്പണ ബോധത്തിനുമാണ് പ്രാധാന്യം. അതിനാൽ ഇത്തരം പാർട്ടികളിൽ അംഗത്വം ലഭിക്കുക എന്നത് ലളിതമായ കാര്യമല്ല. പാർട്ടി മാനിഫെസ്റ്റോയിൽ വലിയ അറിവും പരിശീലനവും ലഭിച്ച പാർട്ടി അച്ചടക്കം പാലിക്കുന്ന അംഗങ്ങളാണ് ഒരു കേഡർ പാർട്ടിയുടെ പ്രത്യേകത. ഇവർക്ക് പാർട്ടിയിൽ കുറെ ആളെ കൂട്ടുക എന്നതല്ല, ഉള്ള ആളുകൾ അതിശക്തമായി കേഡറായി നിൽക്കുക എന്നതാണ്. ഇതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. ഇതാണ് കേഡർ പാർട്ടി എന്ന് പറയുന്നത്. അതേസമയത്ത് മാസ് പാർട്ടി എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ അംഗബലത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടികളാണ്. അവർക്ക് അവരുടെ മാനിഫെസ്റ്റോയേക്കാൾ പ്രധാനം കുറെ അംഗങ്ങൾ ഉണ്ടാവുക, ബഹുജനങ്ങളായ എല്ലാ മനുഷ്യരും പാർട്ടിയിൽ പെട്ടെന്ന് അംഗങ്ങളായി അതിനു കീഴിൽ നിൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പാർട്ടികളുടെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളിൽ അംഗത്വം ലഭിക്കുക എന്നത് ലളിതമായ പ്രക്രിയയാണ്. അംഗത്വം ലഭിക്കുന്നതിന് വലിയ ശ്രമകരമായ ജോലിയൊന്നുമില്ല. എല്ലാവർക്കും അംഗത്വം ലഭിക്കും. ഇത്തരം പാർട്ടികൾ അവരുടെ കേഡർ സ്വഭാവം കുറവായിരിക്കും. കാരണം എല്ലാ ആളുകളും അതിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംവിധാനം ശൈലിയുള്ള നേച്ചറുള്ള പാർട്ടികളെയാണ് നമ്മൾ മാസ് പാർട്ടികൾ എന്ന് പറയുന്നത്. രണ്ടാമതായി റെപ്രസെന്റേറ്റീവ് ആൻഡ് ഇന്റഗ്രേറ്റീവ് പാർട്ടീസ്. റെപ്രസെന്റേറ്റീവ് പാർട്ടി എന്നത് തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് ലഭിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന പാർട്ടികളെയാണ് റെപ്രസെന്റേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ഇവർ ആദർശ രാഷ്ട്രീയത്തെക്കാൾ പ്രായോഗിക രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു, അധികാരം ലഭിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. അതല്ലാതെ ആദർശം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമല്ല. അധികാരം ലഭിക്കുന്നതിനുള്ള പ്രായോഗിക വോട്ട് നേടുന്നതിനുള്ള ശ്രമങ്ങളെയാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത്തരം പാർട്ടികളാണ് റെപ്രസെന്റേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റീവ് പാർട്ടി എന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ ആദർശ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടികളെയാണ് ഇന്റഗ്രേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കുക, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക, രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നിവയാണ് ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതല്ലാതെ പ്രായോഗിക രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി തങ്ങളുടെ ആദർശത്തെ ബലികയിപ്പിക്കുന്നവരല്ല ഇന്റഗ്രേറ്റീവ് പാർട്ടികൾ എന്ന് പറയുന്നത്. അവർ ആദർശങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മൂന്നാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് റവല്യൂഷണറി പാർട്ടി. കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി എന്നത് രാഷ്ട്രത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാനിക്കുകയും തിരഞ്ഞെടുപ്പ് വിജയത്തെയും പരാജയത്തെയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടീസ്. അതേസമയത്ത് റവല്യൂഷണറി പാർട്ടി എന്ന് പറയുന്നത് നിലവിലുള്ള നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായും അതിനെ തകർക്കുന്നതിനും അട്ടിമറിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. ഇത്തരം പാർട്ടികൾക്ക് ഭരണം ലഭ്യമാകുമ്പോൾ ഏകാധിപത്യ ഭരണത്തിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തേത് ലെഫ്റ്റ് വിങ് ആൻഡ് റൈറ്റ് വിങ് പാർട്ടീസ്. സാമൂഹിക സാമ്പത്തിക നവീകരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലുള്ള പുരോഗമന പാർട്ടികളെയാണ് ഇടതുപക്ഷ പാർട്ടികൾ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വിളിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്നായിരിക്കും ഇത്തരം പാർട്ടികൾക്ക് കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരിക്കുക. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പിന്തുണയാണ് ഈ പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടിയും പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയും വംശീയ സാമുദായിക സംവിധാനങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന പാർട്ടികളെയാണ് വലതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത്. തീവ്ര വിഭാഗങ്ങളുടെയും ഉയർന്ന മധ്യവർഗ
എന്നീ വിഭാഗങ്ങളുടെയും പിന്തുണ ഇത്തരത്തിലുള്ള പാർട്ടികൾക്ക് പൊതുവെ ഉണ്ടാവുന്നതാണ്. ഇതാണ് റൈറ്റ് വിംഗ് പാർട്ടി എന്ന് പറയുന്നത്. 4 പാർട്ടികളാണ് പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ പാർട്ടികളുടെ നേച്ചറിനനുസരിച്ച് തരംതിരിച്ചിട്ട് പറയാനുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ രാജ്യങ്ങളിലെയും പാർട്ടി സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ട്. ആ സംവിധാനങ്ങളെ, പാർട്ടി സംവിധാനങ്ങളെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓരോ രാഷ്ട്രത്തിലെയും ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏക പാർട്ടി സംവിധാനമെന്നും ദി പാർട്ടി സംവിധാനമെന്നും മൾട്ടി പാർട്ടി സംവിധാനമെന്നും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വൺ പാർട്ടി സിസ്റ്റം എന്നാണ്. അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുത്തകയായിട്ടുള്ള രാഷ്ട്രത്തിലെ പാർട്ടി സംവിധാനത്തെയാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അധികാര മത്സരത്തിൽ അവർ തികച്ചും അപ്രസക്തരായിരിക്കും. അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയായിരിക്കും വൺ പാർട്ടി സിസ്റ്റം ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ. ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഇങ്ങനെയായിരിക്കും വൺ പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്ന ഈ പാർട്ടി സംവിധാനത്തിൽ പാർട്ടിയിലെ അംഗങ്ങൾ പാർട്ടിയോടും പാർട്ടി ആദർശങ്ങളോടും കൂറു പുലർത്തുന്നവരും അച്ചടക്കമുള്ളവരുമായിരിക്കും. പഴയ USSRഉം ഇപ്പോഴത്തെ ചൈനയുമാണ് ഇതിന്റെ ഉദാഹരണം. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏക പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമാണ്. ഏക പാർട്ടി സംവിധാനത്തിന്റെ ചില നേട്ടങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഒരു പാർട്ടി അധികാരം കുത്തകയായി വെക്കുമ്പോൾ ആ രാജ്യത്ത് സുസ്ഥിരമായ ഭരണം ഉറപ്പുവരുത്താൻ സാധിക്കും. മറ്റൊന്ന്, വിഭാഗീയ താൽപര്യങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതിനാൽ ഏകപാർട്ടി ഭരണം രാജ്യത്ത് ശക്തമായ ദേശീയത വളർത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തേത്, ഇവിടെ പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഒരു പാർട്ടിയിൽ അംഗങ്ങൾ ആയവർ മാത്രമേ ഗവൺമെന്റിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റും പാർട്ടിയും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നില്ല എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഇവിടെ തുടരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തതിനാൽ വളരെ ചെലവ് കുറഞ്ഞ സംവിധാനമാണ് അവിടെയുള്ള രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഏകപാർട്ടി സംവിധാനത്തിന് ചില കോട്ടങ്ങളും ഉണ്ട്. ആ കോട്ടങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏകപാർട്ടി ഭരണ സംവിധാനത്തിൽ സ്വാഭാവികമായും ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം ഉണ്ടാവും. ഇത് ഒന്നാമത്തെ കോട്ടമാണ്. മറ്റൊരു കോട്ടം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ അധികാര ദുർവിനിയോഗം ശക്തമായിരിക്കും. മറ്റൊന്ന്, പ്രതിപക്ഷ സ്വരങ്ങളെ തുടച്ചു നീക്കാനുള്ള പ്രവണതയുണ്ടാകും. പ്രതിപക്ഷ ഒച്ചകൾ തീരെ ഉണ്ടാവില്ല. മറ്റൊന്ന്, ബദൽ ഗവൺമെന്റുകൾ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടാവില്ല. ആ പാർട്ടിയുടെ ഗവൺമെന്റ് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റൊന്ന്, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടാവണമെന്നില്ല. അധികാരം കുറച്ചു പേരുടെ കൈകളിൽ മാത്രമായിരിക്കും. ജനങ്ങളുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനുള്ള ചോയ്സ് ഉണ്ടായിരിക്കില്ല. മറ്റൊന്ന്, 2 പാർട്ടി സിസ്റ്റമാണ്. ഗവൺമെന്റ് രൂപീകരിക്കാൻ തക്കവിധം ശക്തമായ 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമുള്ള രാഷ്ട്രത്തിനെയാണ് ദി പാർട്ടി സംവിധാനം എന്ന് പറയുന്നത്. ഇവിടങ്ങളിൽ ചിലപ്പോൾ ധാരാളം ചെറുപാർട്ടികൾ ഉണ്ടെങ്കിലും ഗവൺമെന്റ് രൂപീകരിക്കാൻ ശക്തമായ 2 പാർട്ടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ മറ്റേ പാർട്ടി പ്രതിപക്ഷത്തായിരിക്കും. ഇവർ മാറി മാറി രാജ്യം ഭരിക്കും. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അതുപോലെ ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. ദി പാർട്ടി സംവിധാനത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ പാർട്ടിയുടെ പദ്ധതികളും നയങ്ങളും കൃത്യമായി നടപ്പാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് പാർട്ടിയുടെ പദ്ധതികളും നയങ്ങളും മനസ്സിലാക്കി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്നു. മത്സര രംഗത്ത് 2 പാർട്ടി ഉള്ളതിനാൽ അധികാര തുടർച്ച ലഭിക്കുന്നതിന് അതുപോലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും ഇരു പാർട്ടിയും ജനങ്ങളോട് പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കും. ഇത് പാർട്ടികളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവയാക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയിക്കണമെന്ന ബോധ്യം അവർക്കുണ്ടായിരിക്കും. മറ്റൊന്ന്, ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ സാധിക്കും. കാരണം ഭരണപക്ഷത്ത് രൂക്ഷമായ ഭാഷയിൽ ക്രിയാത്മകമായി വിമർശിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായും ശ്രമിക്കും. ഇതും ഒരു മെറിറ്റാണ്. മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ദി പാർട്ടി സംവിധാനത്തിന്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നത്
ഭരണ തുടർച്ച പലപ്പോഴും കിട്ടാതിരിക്കുന്നതിനാൽ സുസ്ഥിരമായ വികസനം നടക്കാതെ വരും. ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ടെങ്കിലും രണ്ട് പാർട്ടികളിൽ അത് നിജപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ട് പാർട്ടിയിലും തൃപ്തരല്ലാത്ത ഒരു സമ്മതിദായകന് മറ്റൊരു ചോയ്സ് ഇല്ലാതാവുന്നുണ്ട്. ഇതും ഒരു കോട്ടമാണ്. മറ്റൊന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായെന്ന് വരില്ല രണ്ട് പാർട്ടിയിൽ മാത്രമാവുമ്പോൾ എന്നതും ഒരു കോട്ടമാണ്. മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. രണ്ടിലധികം രാഷ്ട്രീയ പാർട്ടിയുള്ള രാഷ്ട്രീയ സംവിധാനമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ സംവിധാനത്തെ സ്വാധീനിക്കാൻ ചെറു പാർട്ടികൾക്ക് വളരെയധികം സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ഗവൺമെന്റുകൾ പലപ്പോഴും മുന്നണി സംവിധാനത്തിലൂടെയായിരിക്കും രൂപീകരിക്കുന്നത്. കാരണം ഒരു പാർട്ടിക്കായിട്ട് കേവല ഭൂരിപക്ഷം ലഭിച്ചെന്ന് വരില്ല. കാരണം ഒരുപാട് പാർട്ടിയിലേക്ക് വോട്ടുകൾ സ്പ്ലിറ്റായി പോകുമ്പോൾ മുന്നണിയായിട്ടായിരിക്കും പാർട്ടികൾ മത്സരിക്കുന്നതും പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നതും മുന്നണിയായിട്ടായിരിക്കും. ഒരുപാട് പാർട്ടി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ നേട്ടങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. മറ്റെല്ലാ പാർട്ടി സംവിധാനത്തെക്കാളും ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉള്ള സംവിധാനം എന്ന് പറയുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. എല്ലാവിധ ജനവിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ ഇവിടെ പ്രതിനിധീകരിക്കപ്പെടുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മുന്നണി സംവിധാനത്തിലുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി മാത്രം ഭരണത്തിൽ തുടരാൻ സാധിക്കുന്നു എന്നത് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതയെ ഇല്ലാതാക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ധാരാളം പാർട്ടികൾ മത്സര രംഗത്തുള്ളതിനാൽ ജനങ്ങളുടെ തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് വളരെ കൂടുതലാണ്. മറ്റൊന്ന്, പൊതുജനാഭിപ്രായം സമാഹരിക്കുന്നതിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മൾട്ടി പാർട്ടി സംവിധാനത്തിന് ചില കോട്ടങ്ങളുണ്ട്. അത് ഇവിടങ്ങളിൽ പലപ്പോഴും മുന്നണി ഭരണമായതിനാൽ ഗവൺമെന്റിന്റെ സ്ഥിരത പലപ്പോഴും ഇല്ലാതാക്കും. ഇത് രാജ്യത്തിന്റെ വികസനത്തിനെ മന്ദഗതിയിലാക്കും. മുന്നണി സംവിധാനത്തിലുള്ള പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാലയളവ് തികയ്ക്കാതെയുള്ള അധികാര നഷ്ടത്തിലേക്ക് സർക്കാരിനെ നയിക്കും. അതുപോലെ ജാതിമത ശക്തികളുടെ പാർട്ടികളും മൾട്ടി പാർട്ടി സംവിധാനത്തിലുണ്ടാകും. അങ്ങനെ നിരവധി പാർട്ടികൾ, കൂണുപോലെ പാർട്ടികൾ ആ രാജ്യത്തുണ്ടായിരിക്കും എന്നതും മൾട്ടി പാർട്ടി സംവിധാനത്തിന്റെ കോട്ടങ്ങളാണ്. മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളുടെയും താൽപര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് ഗവൺമെന്റിന്റെ ഏകത ഇല്ലാതാക്കും. അത് പല പദ്ധതികളും നടക്കാതെ പോകും എന്നത് മറ്റൊരു കോട്ടമാണ്. ചില സമയങ്ങളിൽ ഒരു പാർട്ടിക്കും ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയാതെ വരും. ഇതും രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കും. ഇതും മറ്റൊരു പ്രശ്നമാണ്. എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റം, വൺ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം എന്നിവയുടെ മെറിറ്റും ഡിമെറിറ്റും അതെന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, പലപ്പോഴായിട്ട് ചോദ്യം വന്ന ഭാഗമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചാണ്. പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിവിധ തരങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു. ഇനി വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മൗറിസ് ഡുവാങ്കറുടെ 4 ടൈപ്സ് ഓഫ് 4 തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. 1 കോക്കസ്, 2 ബ്രാഞ്ച്, 3 സെല്ല്, 4 മലീഷ്യ. ഇങ്ങനെ 4 രൂപത്തിലുള്ള പ്രവർത്തനത്തെയാണ് മൗറിസ് ഡുവാങ്കർ തന്റെ പുസ്തകത്തിൽ പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് കോക്കസിനെ കുറിച്ച് നോക്കാം. പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചെറു യൂണിറ്റുകളാണ് കോക്കസ് എന്ന് പറയുന്നത്. പാർട്ടിയിലെ പ്രധാനികളുടെ ഗ്രൂപ്പാണ് കോക്കസ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇവരാണ്. ഇതിൽ അംഗങ്ങളുടെ എണ്ണത്തിലല്ല, ക്വാളിറ്റിയിലാണ് പ്രധാനം. പാർട്ടിയുടെ എല്ലാ ക്വാളിറ്റിയും തികഞ്ഞ പ്രവർത്തകർ, നേതാക്കൾ എല്ലാമാണ് ഇതിലുണ്ടാവുക. രണ്ടാമത്തത് ബ്രാഞ്ചാണ്. ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിനായി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു കണ്ടെത്തലാണ് ബ്രാഞ്ച്. ജനങ്ങളുമായി കൂടുതൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ ബ്രാഞ്ചുകൾ ശ്രമിക്കുന്നു. പാർട്ടിക്ക് ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനും ആശയ കൈമാറ്റത്തിനും ശ്രമിക്കുന്നത് ഈ സംവിധാനം, ബ്രാഞ്ച് സംവിധാനം വഴിയാണ്. സെല്ലാണ് മൂന്നാമത്തത്. ഇത് ഫാസിസ്റ്റ് പാർട്ടികളുടെ കണ്ടെത്തലാണ്. പാർട്ടിയുടെ സെല്ല് യൂണിറ്റ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമായി പരന്നു കിടക്കുന്നു. അംഗങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം സെല്ലിനുണ്ടായിരിക്കും. മറ്റു ഘടകങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിനാൽ സെല്ലിനുണ്ടാവും. സെല്ലുകളുടെ നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകം നേരിട്ടായിരിക്കും. നാലാമത്തത് മലീഷ്യയാണ്. തീവ്ര പാർട്ടികൾ നിലനിർത്തിപ്പോരുന്ന മിലിറ്ററി വിങ്ങാണ് മലീഷ്യ. മിലിറ്ററി ട്രെയിനിംഗ് ലഭിച്ച യൂണിഫോം കേഡറ്റായ ഇവർ പാർട്ടിയുടെ സുപ്രീം കമാൻഡർമാരുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക.